PM ശ്രീ പദ്ധതിയിലെ തുടർ നീക്കങ്ങളിൽ സർക്കാർ തീരുമാനമുണ്ടായി. ഉപസമിതി റിപ്പോർട്ട് ഇന്ന് മന്ത്രിസഭായോഗം പരിഗണിക്കും. സംസ്ഥാനം പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നാണ് സൂചന. എന്നാൽ പദ്ധതിയിലെ ചില മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടേക്കും. അതേസമയം അതിവേഗ റെയിൽപാതയുടെ നിർണായക തീരുമാനങ്ങളും മന്ത്രിസഭയിൽ ഉണ്ടായേക്കും. TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രസാദേ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഒരു നിലപാട്, ഭരണത്തിലേക്ക് വന്നപ്പോൾ LDFന്റെ മേൽ എല്ലാ പഴികളും ചാരിക്കൊണ്ട് ഈ PM ശ്രീ നടത്താൻ പോകുന്നു. ഇതെന്തൊരു ഇരട്ടത്താപ്പാണ് എന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് പാർട്ടിക്കുള്ളിലെ, മുന്നണിക്കുള്ളിലെ ആളുകൾ തന്നെയാണ്. അപ്പോൾ നിർണായകമായ തീരുമാനം ഇന്ന് ഉണ്ടാകുമോ? ഈ PM ശ്രീ ഉൾപ്പെടെ മറ്റെന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും ഇന്ന് മന്ത്രിസഭായോഗത്തിൽ ചർച്ചകൾ നടക്കുക? പ്രസാദ്. ഷിഹാസ്, റോഷ്നി, ഗുഡ് മോർണിംഗ്. പ്രധാനപ്പെട്ട ഒരു മന്ത്രിസഭാ യോഗം തന്നെയാണ് ഇന്ന് ചേരുന്നത് എന്നുള്ളതാണ്. ഇത് പ്രധാനപ്പെട്ടതാകാനുള്ള കാരണം PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉപസമിതി റിപ്പോർട്ട് ഇന്ന് മന്ത്രിസഭാ യോഗം പരിഗണിക്കും എന്നുള്ളതാണ്. വിദ്യാഭ്യാസ രംഗത്തെ അടിമുടി കാവ്യവൽക്കരിക്കുന്ന പദ്ധതിയാണ് PM ശ്രീ എന്നുള്ളതാണ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ UDFന്റെയും കോൺഗ്രസിന്റെയും അതിൻ്റെ നേതാക്കളുടെ എല്ലാം നിലപാട്. പക്ഷെ ഭരണത്തിലെത്തിയ സമയത്ത് ഫണ്ട് കിട്ടാത്ത സാഹചര്യത്തിൽ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ തിരക്കേടില്ല എന്ന നിലപാടിലേക്ക് പതിയെ UDF എത്തുകയായിരുന്നു. പക്ഷേ ഇതിനകത്തും ശക്തമായ എതിർ നിലപാടുകളുണ്ട് എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് മന്ത്രിമാർക്കിടയിൽ കടുത്ത എതിർപ്പ് പദ്ധതി നടപ്പിലാക്കുന്നതിനോട് പലർക്കുമുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും UDF സർക്കാർ വന്നാൽ PM ശ്രീ അറബിക്കടലിൽ എറിയും എന്നാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ UDF മന്ത്രിസഭയിലെ മന്ത്രിയാണ്. അങ്ങനെ തുടങ്ങി അതിശക്തമായ വാദങ്ങൾ പ്രതിപക്ഷത്ത് ഇരുന്നപ്പോൾ ഉന്നയിച്ച ആളുകൾ തന്നെയാണ് ഇപ്പോൾ PM ശ്രീയുമായി മുന്നോട്ട് പോയാൽ പ്രശ്നമില്ല എന്ന് പറയുന്നവരും. എന്തായാലും അത് സംബന്ധിച്ചുള്ള ചർച്ച ഇന്നത്തെ മന്ത്രിസഭയിൽ ഉണ്ടായേക്കും. അങ്ങനെയെങ്കിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം ഇന്നത്തെ മന്ത്രിസഭയിൽ ഉണ്ടായേക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെ പദ്ധതി നടപ്പിലാക്കുമ്പോഴും കരിക്കുലം നടപ്പിലാക്കാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്തം അത് സംസ്ഥാന സർക്കാരിന് നൽകണം എന്നാവശ്യപ്പെട്ട് കരാർ വ്യവസ്ഥയിൽ മാറ്റം വരുത്താൻ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടേക്കും കേന്ദ്രത്തിന്. പക്ഷേ അത് കേന്ദ്രം വഴങ്ങുമോ എന്ന കാര്യം അറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഷിഹാസെ, അതായത് ഈ പണം ഈ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ മാത്രമേ അവർ തടഞ്ഞു വെച്ചിരിക്കുന്ന SSK ഫണ്ട് തരൂ എന്നുള്ളതാണ്. ഏതാണ്ട് 1000 കോടിയിലേറെ രൂപയാണ് സംസ്ഥാനത്തിന് അതുമായി ബന്ധപ്പെട്ട് കിട്ടാനുള്ളത്. മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തേതൊന്ന് അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ട തീരുമാനമാണ്. നമുക്കറിയാവുന്നതുപോലെ 3-അംഗ വിദഗ്ധ സമിതിയെ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ നിയോഗിച്ചിരുന്നു. ഈ ശ്രീധരന്റെ നിലപാടുകളോട് ഏതാണ്ട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് വിദഗ്ധ സമിതിയുടെയും അഭിപ്രായം. അത് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ വന്നാൽ ചിലപ്പോൾ അതിവേഗ റെയിൽപാത സംബന്ധിച്ചും ഒരു തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു മന്ത്രിസഭാ യോഗം തന്നെയാണ് ഇന്ന് രാവിലെ ചേരാനിരിക്കുന്നത്.